ഇഷ്ടപ്പെട്ടോ? ഞാനേ നിങ്ങളെ പറ്റിയൊരു പാട്ട് പാടട്ടെ. എല്ലാരെ പറ്റിയിട്ടും കിണുവെച്ച് പാടി തരട്ടെ. മൊയിലാളി ഏതാ ഡീജെ ഉണ്ടോ? സി ഡി ഡീജെ ഉണ്ടോ? ഡീജെ ഇല്ല. അപ്പൊ എന്റെ ഓർക്കസ്ട്രയ്ക്ക് മാത്രമേ ആ പാട്ട് പാടാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ആ തന്ന കയ്യടികൾ ഈ വർഷത്തെ ഏറ്റവും വലിയ അംഗീകാരമാണ്. കാരണം അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് കയ്യടികൾ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കിണു എന്നുള്ള പാട്ട് ഞാൻ പാടാം. അപ്പൊ നമുക്ക് ആ ഓർക്കസ്ട്രയ്ക്ക് പകരം നിങ്ങളുടെ കയ്യടികൾ ഉണ്ടാവോ? നമുക്ക് ആ പാട്ട് നീല ടീഷർട്ടും തലയിൽ തൊപ്പിയിട്ടിരിക്കണോന്റെ പേരെന്താ? പേരെന്താ എന്റെ? ശൈലാജ് ജയരാജിനെ പറ്റി പാടാം ആദ്യം കിണു വെച്ചിട്ട് കേട്ടോ. ഓക്കെ, കയ്യടിക്കാൻ റെഡിയല്ലേ? ഡീജെ ഇല്ലല്ലോ? ഏതാ ട്രാക്ക് ഉണ്ടോ? കുറച്ച് പൈസ മക്ക് കിട്ടിക്കണ്, ഞമ്മള് അടിവാരം വന്നിക്കണ്, ക്ലബിന്റെ വാർഷികം നടന്നിക്കണ്, ഉണ്ടന്മാര് കൂട്ടത്തോടെ ഇരുന്നിക്കണ്, പെണ്ണുങ്ങള് വന്നിക്കണ്, ചേച്ചി ഫെയർ ലവ്ലി തേച്ചിക്കണ്, തലയിലെ മുടിയൊക്കെ നിരച്ചിക്കണ്, ഞമ്മക്ക് സൈറ്റടി തന്നിക്കണ്, ജയരാജ് ഇരുന്നിക്കണ്, നീല ടീഷർട്ട് ഇട്ടിക്കണ്, തലയില് തൊപ്പിട്ടിട്ടിരുന്നിക്കണ്, പഹയൻ അങ്ങോട്ട് നോക്കിക്കണ്, പെൺകുട്ടികളെ നോക്കിക്കണ്, മൂപ്പര് രണ്ടെണ്ണം വിട്ടിക്കണ്, മുണ്ടൂരി ഡാൻസ് കളിച്ചിക്കണ്, തലയില് പിരിയായി നടന്നിക്കണ്. മതിയോ? മിമിക്രി ഇഷ്ടാണോ? അപ്പൊ നമ്മുടെ യുവശക്തിയുടെ ഈ പരിപാടിക്ക് ഇന്നസെന്റും ജഗതിയും ഈ വേദിയിൽ അതിഥികളായിട്ട് എത്തിയിരുന്നെങ്കിൽ അവരാശംസ പറയാൻ വേണ്ടിയിട്ട് ഈ വേദിയിലെത്തിയാൽ ഇന്നസെന്റിന്റെ ജഗതിന്റെ ശബ്ദം ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്ത് തരും? അടിയോ? കയ്യടി തരുമല്ലോ. അപ്പൊ ഓക്കെ, ഇന്നസെന്റും ജഗതിയും. തിരുവേലി പെരുന്തൽമണ്ണ അടിവാരത്ത് യുവശക്തിയുടെ പ്രോഗ്രാം നടക്കുന്നു. ഇവന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാന്നല്ലേ പറഞ്ഞേ? തിരുവേലി ആ ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് പാടാന്നല്ലേ പറഞ്ഞേ? ഞാൻ പാടാന്ന് പറഞ്ഞില്ലേ? ആ ജയരാജ് എന്തിനാ എന്നെ നോക്കി ഇങ്ങനെ കൊഞ്ഞനം കാണിക്കണേ? എനിക്ക് ഇഷ്ടല്ലാത്ത തിരുവേലി അരിപ്പോ തിരിപ്പോ എന്നുള്ള പാട്ട് പാടാനല്ലേ പറഞ്ഞേ? അരിപ്പോ തിരിപ്പോ കോതല മംഗല പരിപ്പോ 12 ആനയും 12 കുതിരയും. ആ ചേച്ചിയുടെ കോഴി മാത്രം മുട്ടയിടില്ലാതെ എന്റെ കുഴപ്പം കൊണ്ടല്ല. ആ കോഴി പൂവ കോഴിയായിരുന്നോടെ. ഇനി ആരാ വേണ്ടത്? എടാ, ഈ ചെറിയ ശരീരത്തിനുള്ളൊന്ന് വലിയ നടനായ മമ്മൂട്ടിയുടെ ശബ്ദം. എന്നാലും ഞാൻ ശ്രമിക്കാം. നിങ്ങൾ ആവശ്യപ്പെട്ടത് ഞാൻ എടുത്തുതരാം. മമ്മൂട്ടി കറുപ്പിനടക് എന്ന പാട്ട് പാടിയാൽ എങ്ങനെയാണോ നോക്കാം. ഓക്കെ. കറുപ്പിനടക് വെളുപ്പിനടക് പുലർമലയിലെ പൽവെള്ളത്തിൽ 17 അടകാണ്. കറുപ്പിനും വെളുപ്പിനും മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അടങ്ങുണ്ട്. വരട്ടെ. ഇനി ആരാ? മോഹൻലാൽ. 6-ാം നമ്പൂരാനിലെ മോഹൻലാൽ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഒഴുകുന്ന ഒരു വേനൽ പകലിൽ ഗോളിയാറിൽ എത്തിച്ചു. ഗോളിയാർ നിയാൻ ടാൻസിന്റെ ഗോളിയാർ, ഖുരാനുകളുടെ ഗോളിയാർ. ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങളിൽ ദ്രൗപദിന്റെ നിറയാർന്ന വേദന കേൾക്കാം കാതോർത്താൻ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ. സബറോ കി സിന്ദഗി ജോ കബി നഹി ഖതം ഹോ ജാതേ. ഇനി ആരാ? ദിലീപ്. മറക്കേ? എങ്ങനെയാ മറക്കുക? ആ കണ്ണും നടത്തും സ്നേഹം പിടിച്ചു വാങ്ങിയതൊന്നുമല്ലല്ലോ. പരിഹസിക്കരുത് കേട്ടോ, ജീവിച്ച് പൊക്കോട്ടെ. ഞാൻ തന്നെ എന്നോട് വാക്ക് ചോദിക്കായിരുന്നല്ലോ. ഓ, നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ. എനിക്ക് ഈ കുട്ടിയെ ഇഷ്ട, ആരോടും പറയരുത് കേട്ടോ. അമ്പൂസിരാം പറട്ടെ. ഞാരാ? ജയറാമോ? ദിലീപിന് മുൻപ് മിമിക്രിയിൽ നിന്ന് മലയാള സിനിമയിലെ നായകതാരമായിട്ട് വന്ന ഒരു താരമാണ് ജയറാം. ജയറാമിന്റെ ശബ്ദം അനുകരിക്കാം. അയ്യോ, ഒരുപാട് നേരമായാലും ഇവിടെ കിടന്ന് മോങ്ങാൻ തുടങ്ങിയിട്ട്. അയ്യടി പെണ്ണെ, ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? ശാപം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മായി ഒരൊറ്റ വീക്ക് ചന്ദ്രം വരട്ടേടി. അയ്യടിയോടെ. ഇനി ആരാ? ശ്രീനിവാസൻ. ശ്രീനിവാസനാണ്. അമ്മാമേ, ഇതൊരു മാങ്ങയല്ല, ഇതൊരു ചക്കയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ശ്യാമളയെ കോഴിയെ കൊണ്ട് മുട്ട കളിക്കുന്നു, ഏത്തപ്പഴം കൊണ്ട് അച്ഛൻ ഇതിലേ വരുന്നു, ഞാൻ അതിലേ പോകുന്നു. അമ്മായി കുണ്ടിക്കുള്ള കൊണ്ടുപോട്ടിറക്കും മാമ.
സുരേഷ് ഗോപിയാ ഞങ്ങളോട് മുണ്ടൂല്ലോ. അരി